السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. وقال نبينا محمد صلى الله عليه وسلم قال: لما خلق الخلق كتب في كتابه فهو عنده فوق الأرش إن رحمتي تغلب غضبي. صدق رسول الله. فلما قسى قلبي وضاقت مذاهبي جعلت رجائي نحو عفوك سلما وعظمني ذنبي فلما قرنته يعفوك ربي كان عفوك أعظما. ഏറെ ആദരണീയരും ബഹുമാനീയരുമായ പണ്ഡിത സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പരിശുദ്ധമായ റമദാനു ശരീഫിലേക്ക്, ഈ വർഷത്തെ റമദാനു ശരീഫിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാനു ശരീഫിനോടനുബന്ധിച്ചുകൊണ്ട് നിലമ്പൂർ ഏരിയ ദഅ്വ വിങ്ങിൻ്റെ റമദാൻ ക്യാമ്പയിൻ്റെ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് ഉള്ളത്. പരിശുദ്ധമായ ഈ റമദാനു ശരീഫ് അർഹിക്കുന്ന വിധം അത് സ്വീകരിക്കാനും അതിനെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ യാത്രയാക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ഒരു സന്ദർഭത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെയുള്ളത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഔദാര്യമാണ് ഈ റമദാനു ശരീഫ്. കഴിഞ്ഞ റമദാനു ശരീഫിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മുടെ നാട്ടുകാരിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരൊക്കെ ആറടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു ഖൈറിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും ഞാൻ അർഹനല്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന, കാരുണ്യം പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസം ഏറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകൾ ഈ റമദാൻ ശരീഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് കനിഞ്ഞേകിയിട്ടുള്ളതായ റഹ്മത്ത് പരിശുദ്ധമായ റമദാനിൻ്റെ 30 ദിവസത്തിനെ മൂന്നായി ഭാഗിക്കുമ്പോൾ അവ്വലുഹു റഹ്മ വ ഔസത്തുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാറാണ്.
ഒന്നാമത്തെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ 10ആണ്. ആ 10ലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അയ്യാമുർ റഹ്മ, കാരുണ്യത്തിൻ്റെ ദിവസങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, ആ റഹ്മത്തിനെ, കാരുണ്യത്തിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര പാപികളാണെങ്കിലും, എത്ര കിട്ടുകയില്ല എന്ന് പ്രതീക്ഷയുള്ളതാണെങ്കിലും, അള്ളാഹുവിൽ ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു അടിമ അവനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവനിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കിട്ടാത്ത കാര്യവും ലഭിക്കുമെന്നുള്ളതാണ് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ ഗഫാർ. നിങ്ങൾ ചോദിച്ചതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകി. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന മുഴുവനും നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുണ്ട്. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എന്നാലും ഇന്നൽ ഇൻസാന ലളൂമുൻ ഗഫാർ, നിശ്ചയം മനുഷ്യൻ അക്രമിയും നന്ദി കെട്ടവനുമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തിന് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാഴ്ച, അവൻ നൽകിയിട്ടുള്ള കേൾവി, അവൻ നൽകിയിട്ടുള്ള സംസാരശേഷി, നമ്മുടെ അവയവങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ആ അവയവങ്ങൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ ശുക്ർ ചെയ്യാൻ കഴിയാതെ മനുഷ്യൻ നന്ദി കെട്ടവനായി മാറുന്ന ഒരു സൂചനയാണ് പരിശുദ്ധമായ ഖുർആൻ. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറഞ്ഞോടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എത്ര ശിക്ഷയെ പറ്റിയല്ലല്ലോ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒന്നാമത്തെ സൂറത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. അവിടെ റഹ്മാനും റഹീമുമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് ആദ്യം തന്നെ നൽകുന്നത്. അതിൻ്റെ അവസാനം ശിക്ഷയുടെ ഭാഗം അള്ളാഹുവിൻ്റെ ദേഷ്യവും അള്ളാഹുവിൻ്റെ കോപവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ അവസാന ഭാഗത്തേക്ക് നീക്കിയത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ആദ്യമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഹ്മത്തിനെയും അദാബിനെയും പറഞ്ഞെടുത്തൊക്കെ എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. വിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്തിൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ലഭിച്ച ആളുകളാണ് നമ്മൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർ. എന്നാലും അതിനൊന്നും ചിന്തിക്കാതെ, അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ അള്ളാഹുവിന് നന്ദി കെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യനുക്ക് ഇനി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. ഈ റമളാനിൻ്റെ ഒന്നാമത്തെ 10 തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അധികമായി, കാരുണ്യം ഒരുപാട് ലഭിക്കുന്ന, അടിമകൾക്ക് അറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവനക്ക് കാരുണ്യം ചെയ്യുന്ന ഒരു മാസം, ഒരു 10 ദിവസം. റമളാൻ മുഴുവനും കാരുണ്യമാണ്. ഏറെ അതിൻ്റെ ഒന്നാമത്തെ 10 കാരുണ്യം അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റമളാൻ ഷരീഫിൽ അല്ലാത്ത എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജോലി ചെയ്യുന്ന ആളുകൾ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഒന്നാമത്തെ 10
ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം പണി മാറ്റി വെക്കട്ടെ എന്ന് കരുതിയാൽ അവൻ്റെ വീട്ടിൽ ഒരു ദാരിദ്ര്യമോ അവൻ്റെ മക്കൾക്ക് നോമ്പ് തുറക്കാനോ മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ റഹ്മത്ത് ആ വീടുകളിലേക്ക്, ആ അടിമകളിലേക്ക് അവൻ അറിയാത്ത വഴിയിലൂടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് ഏത് വിഷയമെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും. ഭൗതികമായ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൗദ്ധികമായ നേട്ടമാണെങ്കിൽ പരലോകത്താണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന് അവന് രക്ഷപ്പെടേണ്ടത്. ഏറ്റവും കൂടുതൽ അവന്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ കാരുണ്യം ചെയ്യേണ്ടത് പരലോകത്തുള്ള ശാശ്വതമായ ജീവിതത്തിലുള്ള കാരുണ്യമാണ്. ഈ ദുന്യാവിൽ നമ്മുടെ വിവിധ മേഖലകളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഏത് മേഖലയിലാവട്ടെ നാം അറിയാതെ ഒരുപാട്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റാണെന്ന ബോധ്യത്തോടുകൂടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തു പോഴുമ്പോഴും ആ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് എണ്ണി എണ്ണി പറഞ്ഞ് പക്ഷാതാപിച്ചുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണം എന്ന് പറയുമ്പോൾ, പടച്ചോനെ നിൻ്റെ സ്വർഗം എനിക്ക് തരണം, അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണം, നീ ഏറ്റവും വലിയ കരുണ കാണിക്കുന്നവനാണല്ലോ എന്ന് പറയുമ്പോൾ ആ അള്ളാഹു വലിയ സന്തോഷവും വലിയ കാരുണ്യവും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്കതിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ قدم على رسول الله صلى الله عليه وسلم بشيء فإذا امرأة من الشيء تبتغي. ഒരു യുദ്ധ തടവുകാരായ ഒരു സംഘം ആളുകളെ, ആ യുദ്ധ തടവുകാരായ ആ ആളുകളെ കൂട്ടത്തിൽ ഒരു സഹോദരി, ഒരു സ്ത്രീ, അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, നെട്ടോട്ടമോടുകയാണ്. എന്താണ് ആ സ്ത്രീയുടെ നെട്ടോട്ടമോടുന്നതിൽ? അവരുടെ കുട്ടിയെ കാണുന്നില്ല, ആ കുഞ്ഞിനെ കാണുന്നില്ല. ആ കുഞ്ഞിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് ആ സഹോദരി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ആ തടവുകാർക്കിടയിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ സഹോദരി, ആ ഉമ്മ ആ കുട്ടിയെ എടുക്കുകയും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയും അങ്ങനെ അതാ ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി മുല കൊടുക്കുകയും ചെയ്യാണ്. ചെറിയ കുട്ടിനെ കാണാനായിട്ടുള്ള ആ വലിയ വെപ്രാളം, ആ വലിയ ദുഃഖം, ആ ദുഃഖം അവർ കാണുകയും അങ്ങനെ കിട്ടുകയില്ല എന്ന് അറിഞ്ഞ ആ കുട്ടിയെ കിട്ടിയപ്പോൾ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ആ ഉമ്മ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് തൻ്റെ കുഞ്ഞിന് ആ ഉമ്മിന് പാല് കൊടുക്കുന്ന ആ രംഗം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഫഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറൗന ഹാദിഹിൽ മർഅത ത്വാരിഹത്തുൻ വലദഹ. ആ ഉമ്മയെ, ആ സ്ത്രീയെ നിങ്ങൾ നോക്ക്, ആ രംഗം നിങ്ങൾ നോക്ക്, ആ കുട്ടിയെ അവൾ ഒഴിവാക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ഖുൽനാ ലാ ഇല്ല നബിയെ വല്ലാഹി വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റാഹു. ഒരിക്കലും നബിയെ, അല്ലാഹ് തന്നെ സത്യം, ആ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടാണ്, ആ സ്നേഹം കൊണ്ടാണ് ആ ഉമ്മ നെട്ടോട്ടമോടിയത്. അപ്പോൾ കിട്ടിയതിൻ്റെ സന്തോഷം ഇനി ഒരിക്കലും ആ കുട്ടിനെ അവരുപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ നാദിഹി ബിവലദിഹാ. ആ ഉമ്മ ആ തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ആ വലിയ കാരുണ്യത്തിനേക്കാൾ വലിയ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസം, ഒന്നാമത്തെ 10 ദിവസം കഴിയുമ്പോഴേക്കും അള്ളാഹു നമുക്ക് ഒരുപാട് കാരുണ്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് എണ്ണി എണ്ണി അതാ പറഞ്ഞ് അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അസാരമായ അവൻ്റെ മഹൽ ഫള് കൊണ്ട് നൽകുന്ന
വലിയ ഒരു കാര്യമാണ് അവൻ്റെ റഹ്മത്ത്. ആ റഹ്മത്തിന്, ആ കാരുണ്യത്തിന് ഏറ്റുവാങ്ങാൻ നാമൊക്കെ തയ്യാറാവണം എന്ന് മാത്രം ഈ സമയത്ത് ഒന്നാമത്തെ ദിവസം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വലിയ ഒരു വിഷയവുമല്ല, ചെറിയ സൂചന മാത്രമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ മഹത്വങ്ങളും നേടിയെടുത്തവരിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.